Hi everyone. റിസർച്ച് മെത്തഡോളജിയുടെ പ്രീവിയസ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മെഷർമെൻ്റ് ആൻഡ് സ്കെയിലിംഗ് എന്ന് പറയുന്ന നമ്മുടെ 5ാമത്തെ ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്ററിൽ മെഷർമെൻ്റ് എന്താന്ന് പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ലെവൽസ് ഓഫ് മെഷർമെൻറ്റ് പറഞ്ഞു. ദെൻ സ്കെയിലിംഗ് എന്നുള്ള ഒരു ഏരിയയിൽ വരികയാണെന്നുണ്ടെങ്കിൽ സ്കെയിലിംഗ് എന്താന്ന് പറഞ്ഞു. ദെൻ സ്കെയിൽസ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന 5 അപ്രോച്ചുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ scaling techniques. What are the different types of scaling techniques? That means a nominal scale and ordinal scale and then interval scale, ratio scales. ആ 4 സ്കെയിലിംഗ് ടെക്നിക്കുകൾ അല്ലെങ്കിൽ സ്കെയിൽസ് ഓഫ് മെഷർമെൻറ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോണ ടോപ്പിക്, ദ നെക്സ്റ്റ് ടോപ്പിക്, ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സ്. നമ്മുടെ റിസർച്ച് എന്ന് പറയുന്ന ഈ ഒരു സ്ട്രീമിൽ ഫ്രീക്വൻ്റ്ലി യൂസ് ചെയ്യുന്ന കുറച്ച് സ്കെയിലിംഗ് ടെക്നിക്സുകളാണ് നമ്മൾ പറയാൻ പോണത്. ഈ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സിനെ നമ്മൾ പറയാൻ പോണത് അതിൻ്റെ 2 കാറ്റഗറിയിലായിട്ടാണ്. ഫസ്റ്റ് വൺ റേറ്റിംഗ് സ്കെയിൽസും ദെൻ ദ നെക്സ്റ്റ് വൺ റാങ്കിങ് സ്കെയിൽസും. റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ ഒരുപാട് സ്കെയിലിംഗ് ടെക്നിക്കുകളുണ്ട്. അതുപോലെ തന്നെ റാങ്കിങ് സ്കെയിലും നമ്മൾ ഫ്രീക്വൻ്റ് ആയി യൂസ് ചെയ്യുന്ന കുറച്ച് ടെക്നിക്കുകളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോണത് റേറ്റിംഗ് സ്കെയിൽസ് ആണ്. ഏതൊക്കെയാണ് റേറ്റിംഗ് സ്കെയിൽസ് എന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ വാട്ട് ഈസ് റേറ്റിംഗ് സ്കെയിൽ, എന്താ റേറ്റിംഗ് സ്കെയിൽസ് എന്നറിയണം. റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേറ്റിംഗ് സ്കെയിൽസ് ആർ ക്ലോസ്ഡ് എൻഡഡ് സർവേ ക്വസ്റ്റ്യൻസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് റെസ്പോണ്ടന്റ് ഫീഡ്ബാക്ക് ഇൻ എ കമ്പാരറ്റീവ് ഫോം. ഒരു കമ്പാരറ്റീവ് ഫോമിലൂടെ റെസ്പോണ്ടന്റിന്റെ ഫീഡ്ബാക്കിനെ റെപ്രസെന്റ് ചെയ്യാൻ കഴിയുന്ന ക്ലോസ്ഡ് എൻഡഡ് സർവേ ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ റേറ്റിംഗ് സ്കെയിൽ എന്നുള്ളതിലൂടെ പറയണത്. അതായത് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, റേറ്റ് ചെയ്യാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള ഡിഫറെൻ്റ് ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ നമ്മൾ അവിടെ സ്റ്റഡി ചെയ്യുന്ന ഡിഫറെൻ്റ് ഒബ്ജക്ട്സിനെ അതിനെ റേറ്റ് ചെയ്യാണ് ചെയ്യണത്. അല്ലാതെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്നൊന്നും പറഞ്ഞ് റാങ്ക് ചെയ്യല്ല, ഓർഡർ ചെയ്യല്ല. സോ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കമ്പാരറ്റീവ് ഫോമിൽ നമ്മുടെ റെസ്പോണ്ടൻസിൻ്റെ ഫീഡ്ബാക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്ലോസ്ഡ് എൻഡഡ് സർവേ ക്വസ്റ്റ്യൻസ്, അതിനെയാണ് റേറ്റിംഗ് സ്കെയിലിലൂടെ നമ്മൾ പറയുന്നത്. നമ്മുടെ പൊതുവെ നമ്മുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കുമായി അസോസിയേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ പൊതുവെ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർവ്യൂവേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ അതിൽ നിന്ന് റെസ്പോണ്ടൻസിനെ സംബന്ധിച്ച് ഏതാണ് ഏറ്റവും കൂടുതൽ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അവർ പ്രിഫർ ചെയ്യുന്നത് ഏതാണെന്നുണ്ടെങ്കിൽ അത് അവർ എന്ത് ചെയ്യുന്നു, പിക്ക് ചെയ്യുന്നു. സോ അതാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി ഈ റേറ്റിംഗ് സ്കെയിൽസ് എന്ന് പറയുന്ന ഈ ഒരു കാറ്റഗറിയിൽ, ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്കുകളുണ്ട്. അത് ഏതാണെന്ന് പറയാൻ പോണത്. ദ ഫസ്റ്റ് വൺ, ഡൈക്കോട്ടോമസ് സ്കെയിൽ. അതിൻ്റെ പേരിൽ പറഞ്ഞ പോലെ തന്നെ 2 എണ്ണാണുള്ളത്. അതായത് യെസ് ഓർ നോ. ഇത്തരത്തിൽ യെസ് ഓർ നോ ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസിനെ ഡ്രോ ഔട്ട് ചെയ്യാം അല്ലെങ്കിൽ യെസ് ഓർ നോ ആൻസേഴ്സിനെ ഡ്രോ ഔട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ അതാണ് ഡൈക്കോട്ടോമസ് സ്കെയിൽ പറയണത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, ഹാവ് യു എ ബൈക്ക്. നിങ്ങൾക്കൊരു ബൈക്ക് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. യെസ് ഓർ നോ. അല്ലെങ്കിൽ ആർ യു കംപ്ലീറ്റഡ് യുവർ ഡിഗ്രി? കംപ്ലീറ്റ് ചെയ്തെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ. ഇത്തരത്തിൽ 2 ഓപ്ഷൻസ്, അതായത് യെസ് അല്ലെങ്കിൽ നോ എന്നുള്ള രീതിയിൽ ആൻസേഴ്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെസ്പോൺസ്, നോമിനൽ സ്കെയിൽസ് റെസ്പോൺസിനെയാണ് നമ്മൾ എലിസിറ്റ് ചെയ്യണത് അല്ലെങ്കിൽ അത്തരം റെസ്പോൺസസ് ആണ് ഗ്യാദർ ചെയ്യണത്, സീക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന സ്കെയിലിംഗ് ടെക്നിക്കാണ് ഡൈക്കോട്ടോമസ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാറ്റഗറി സ്കെയിൽ. ഈ കാറ്റഗറി സ്കെയിലിൽ ഇപ്പം നേരത്തെ 2 ഓപ്ഷൻസ് ആയിരുന്നു, യെസ് ഓർ നോ. ഇവിടെ മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, വെർ ഡു യു റിസൈഡ്? നമ്മൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാലക്കാട് ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ മലപ്പുറം ഡിസ്ട്രിക്ട്, കാലിക്കറ്റ് ഡിസ്ട്രിക്ട്, കണ്ണൂർ ഡിസ്ട്രിക്ട്, ദെൻ അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് 5 ഓപ്ഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സിംഗിൾ റെസ്പോൺസ് ആയിരിക്കും നമ്മുടെ റെസ്പോണ്ടൻസ് എടുക്കുക. പാലക്കാട് ആണെങ്കിൽ പാലക്കാട്, അല്ലെങ്കിൽ കണ്ണൂർ ആണെങ്കിൽ കണ്ണൂർ, ദെൻ അതേഴ്സ് ആണെങ്കിൽ അതേഴ്സ്. സോ മൾട്ടിപ്പിൾ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സിംഗിൾ റെസ്പോൺസ് എലിസിറ്റ് ചെയ്യാൻ മൾട്ടിപ്പിൾ ഐറ്റംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കാറ്റഗറി സ്കെയിൽ പറയണത്. സോ ഡൈക്കോട്ടോമസ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് ഓർ നോ, ഈ 2 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരു 1 സിംഗിൾ റെസ്പോൺസ്.
ദെൻ കാറ്റഗറി സ്കെയിലിൽ മൾട്ടിപ്പിൾ ഐറ്റംസ് ഉണ്ടായിരിക്കും, ബട്ട് ഒരു സിംഗിൾ റെസ്പോൺസ് ആണ് അതിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, ഡ്രോ ഔട്ട് ചെയ്യണത്. ഇനി മൂന്നാമത്തെയാണ് തേഴ്സ്റ്റൺ സ്കെയിൽ എന്ന് പറയുന്നത്. തേഴ്സ്റ്റൺ സ്കെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ തേഴ്സ്റ്റൺ സ്കെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് തേഴ്സ്റ്റൺ ആണ്. അദ്ദേഹം ഒരു നമ്മുടെ 20th സെഞ്ച്വറിയുടെ ഒക്കെ ഒരു ഏർലി സ്റ്റേജിലാണ് ഈ ഒരു തേഴ്സ്റ്റൺ സ്കെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഫോർമൽ മെത്തേഡ് ഓഫ് മെഷറിംഗ് ആറ്റിറ്റ്യൂഡ് ബോത്ത് ഇൻ സൈക്കോളജി ആൻഡ് സോഷ്യോളജി. സൈക്കോളജിയിലും അതുപോലെ തന്നെ സോഷ്യോളജിയിലും ആ രണ്ട് ഡിസിപ്ലിൻസിലും ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫസ്റ്റ് ഫോർമൽ മെത്തേഡാണ് തേഴ്സ്റ്റൺ സ്കെയിൽ എന്ന് പറയുന്നത്. റോബർട്ട് തേഴ്സ്റ്റൺ, അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ആ ഒരു സ്കെയിലിന്റെ പേര് നമ്മൾ എടുത്തിട്ടുള്ളത്, തേഴ്സ്റ്റൺ സ്കെയിൽ. ദെൻ അത് നമ്മൾ പറഞ്ഞു 20th സെഞ്ച്വറിയുടെ ആ ഒരു ഏർലി സ്റ്റേജിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു സീരീസ് ഓഫ് റിലേറ്റഡ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ടൻസിന്റെ മുന്നിൽ വെക്കുന്നുണ്ട്. അവരതിനോട് എഗ്രി ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യുന്നുണ്ടോ, അത് അവരുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ എന്ത് ചെയ്യാണ്, മെഷർ ചെയ്യാണ്. ഇനി ഈ ഒരു തേഴ്സ്റ്റൺ സ്കെയിൽ ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ, ആ ഒരു സ്കെയിൽ ഡെവലപ്പ് ചെയ്യുന്നതിൽ വരുന്ന പ്രൊസീജിയർ എങ്ങനെയാണെന്നാണ് പറയണത്. ഫസ്റ്റ് വൺ, നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിസർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം അല്ലെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടെ റെസ്പോണ്ടൻസിന്റെ ആറ്റിറ്റ്യൂഡിനെ കൃത്യമായിട്ടും റിഫ്ലക്ട് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെന്റ്സുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. നമ്മുടെ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്ത് റെസ്പോണ്ടൻസിന്റെ ആറ്റിറ്റ്യൂഡൊക്കെ കൃത്യമായിട്ട് റിഫ്ലക്ട് ചെയ്യാൻ കഴിയും എന്ന രീതിയിലുള്ള ഒരുപാട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാണ്, കൺസ്ട്രക്ട് ചെയ്യാണ്. ദെൻ അതിനുശേഷം നമ്മളൊരു പാനൽ ഓഫ് ജഡ്ജസ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, കുറച്ച് എക്സ്പേർട്സിനെ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള കുറച്ച് പേരെ, ഒരു പാനൽ ഓഫ് ജഡ്ജസിനെ നമ്മൾ ഫോം ചെയ്യുന്നു, അവരെ സെലക്ട് ചെയ്യുന്നു. പിന്നീട് നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ്സ് എന്ത് ചെയ്യാണ്, ആ ജഡ്ജസിന് അയച്ചു കൊടുക്കുകയാണ്. ദെൻ ആ ജഡ്ജസിനോട് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ്സിനെ ഒരു 11 പോയിന്റ് സ്കെയിൽ റേറ്റ് ചെയ്യാൻ പറയുന്നു. 11 പോയിന്റ് സ്കെയിൽ റേറ്റ് ചെയ്യാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്സിനെ. ദെൻ ആ ജഡ്ജസിന്റെ റേറ്റിങ്ങിനെ ബേസ് ചെയ്ത് നമ്മൾ അതിന്റെ മീഡിയൻ വാല്യൂ കാണുകയാണ്. ഓരോ റേറ്റിംഗ്സിന്റെ മീഡിയൻ വാല്യൂ കാണുന്നു. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള, അതായത് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആയിട്ട് നമ്മുടെ ജഡ്ജസ് അല്ലെങ്കിൽ പാനൽ ഓഫ് എക്സ്പേർട്സ് സെലക്ട് ചെയ്തിട്ടുള്ള വാരിയസ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ പിക്ക് ചെയ്യുന്നു. അത് വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യണത്, നമ്മുടെ ഷെഡ്യൂൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യനെയർ കൺസ്ട്രക്ട് ചെയ്യണത്. സോ അത്തരത്തിലാണ് ഒരു തേഴ്സ്റ്റൺ സ്കെയിലിന്റെ പ്രൊസീജിയർ വരുന്നത്. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞു 11 പാരാമീറ്റേഴ്സിൽ അല്ലെങ്കിൽ 11 സ്കെയിൽസിലാണ് അതിനെ മെഷർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. സോ 11 സ്കെയിൽ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു ഓഡ് നമ്പർ ആണ്. ഓഡ് നമ്പർ ആകുമ്പോൾ അതിലൊരു ന്യൂട്രൽ പോയിന്റ് അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് 0 പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഈസിയർ ആണ്. സോ തേഴ്സ്റ്റൺ സ്കെയിലിന്റെ അഡ്വാൻറ്റേജ് ആയി പറയണത് അതൊരു 11 ആറ്റിറ്റ്യൂഡ് പൊസിഷൻസ് ആണ് അവിടെ ഉള്ളത്. അതായത് ഓഡ് നമ്പർ ഓഫ് പാരാമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ന്യൂട്രൽ പോയിന്റ്, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 0 പോയിന്റ്, അബ്സല്യൂട്ട് 0 പോയിന്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ഈസിയർ ആണ്. ഇനി അതിന്റെ ഡിസഡ്വാൻറ്റേജസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തേഴ്സ്റ്റൺ സ്കെയിൽ അധികം മാർക്കറ്റിംഗ് റിസർച്ചിൽ യൂസ് ചെയ്യുന്ന ഒന്നല്ല. ദെൻ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ദെൻ ആ സ്റ്റേറ്റ്മെന്റ്സ് ജഡ്ജസിന് അല്ലെങ്കിൽ ആ ഒരു പാനൽ ഓഫ് എക്സ്പേർട്സിന് അയച്ചു കൊടുക്കുകയാണ് അവരുടെ റേറ്റിംഗ്സിന് വേണ്ടിയിട്ട്. സോ ആ ജഡ്ജസിന്റെ റേറ്റിംഗ്സ് എന്ന് പറയുന്നത് അവരുടെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് എന്ത് ചെയ്യാം, ആ റേറ്റിംഗ്സിൽ ഇൻഫ്ലുവൻസ് ചെയ്യാം. അപ്പൊ അതൊരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ദെൻ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇൻഡിവിജ്വൽസിനെ സ്കോർ ചെയ്യുമ്പോൾ, അതായത് ആ സെയിം സ്റ്റേറ്റ്മെന്റ്സ് ഒരുപാട് പേർക്ക്, സെയിം ക്വസ്റ്റ്യനെയർ ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കുമ്പോൾ പലരും പല രീതിയിൽ ഓരോ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യാം. ചിലർ ആദ്യത്തെ ക്വസ്റ്റ്യൻ 1 മാർക്ക് ആയിരിക്കും, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്ക് ആയിരിക്കും, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിന് 0 ആയിരിക്കും. അങ്ങനെ ഓരോരുത്തരും അവരുടെ രീതിയിലായിരിക്കും എന്ത് ചെയ്യാം, അതിനെ ഓരോന്നിനും മെഷർ ചെയ്യാം, വാല്യൂ ചെയ്യാം. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പൊ നമ്മുടെ ഒരു 11 പാരാമീറ്റേഴ്സ് ആണ് ഉള്ളത് എന്നുള്ളതുകൊണ്ട് തന്നെ അവർക്ക് സ്കോർസ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ, അതായത് ആദ്യത്തെ ക്വസ്റ്റ്യന്, രണ്ടാമത്തെ ക്വസ്റ്റ്യന്, മൂന്നാമത്തെ ക്വസ്റ്റ്യന് എല്ലാം പല രീതിയിൽ അപ്രോച്ച് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ടോട്ടൽ സ്കോർ നോക്കുമ്പോൾ രണ്ടുപേരുടെയും എന്തായിരിക്കാം, സെയിം ആയിരിക്കാം. സോ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയി പറയുന്നു. ദെൻ അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു
പേഴ്സൺ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എഗ്രി ചെയ്യണു അല്ലെങ്കിൽ ഡിസഗ്രി ചെയ്യണു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു ഇന്റൻസിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അതാണ് തേഴ്സൺ സ്കെയിലിന്റെ അഡ്വാൻറ്റേജസിലും ഡിസഡ്വാൻറ്റേജസിലും പറയുന്നത്. അഡ്വാൻറ്റേജ് എന്തായിരുന്നു, 11 പൊസിഷൻസ് ആണ്, 11 പാരാമീറ്റർ ആണ്, അതുകൊണ്ട് തന്നെ ഒരു ന്യൂട്രൽ പൊസിഷൻ അവിടെ ഉണ്ടായിരിക്കും. ദെൻ ഡിസഡ്വാൻറ്റേജസിൽ എന്താ പറയണത്, അത് മാർക്കറ്റിംഗ് റിസർച്ചിൽ ഒരുപാട് യൂസ് ചെയ്യുന്നില്ല, ജഡ്ജസിന്റെ പേഴ്സണൽ ആറ്റിറ്റ്യൂഡ് റേറ്റിംഗ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ പല ആളുകളും പല രീതിയിലാണ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിലും അതിന്റെ സിംഗിൾ ക്വസ്റ്റ്യൻസിന് അവരുടെ വാല്യൂ അല്ലെങ്കിൽ സ്കോർ ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷെ ടോട്ടൽ നോക്കുമ്പോൾ മേ ബി സിമിലർ സ്കോർ അല്ലെങ്കിൽ ഒരേ മാർക്കുകൾ വരാം. ദെൻ അതിന്റെ നമ്മളൊരു കാര്യത്തിനോട് എഗ്രി ചെയ്യണു ഡിസഗ്രി ചെയ്യണു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ഇന്റൻസിറ്റി മെഷർ ചെയ്യുക എന്ന് പറയുന്നത് ഡിഫിക്കൾട്ടാണ്. ദെൻ നമ്മുടെ ഫോർത്ത് വൺ, ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ടെക്നിക്സ്. നമ്മുടെ റേറ്റിംഗ് കാറ്റഗറിയിലാണ് പറയുന്നത്, റേറ്റിംഗ് സ്കെയിൽസ് എന്നുള്ള കാറ്റഗറിയിൽ നമ്മുടെ 4ാമത്തെ സ്കെയിലാണ് ലിക്കേർട്ട് സ്കെയിൽ. ഈ ലിക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സൈക്കോമെട്രിക് സ്കെയിൽ commonly involved in research that employs questionnaire. നമ്മുടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കെയിലാണ് ലിക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. ദെൻ റെൻസിസ് ലിക്കേർട്ട് അദ്ദേഹമാണ് ഈ ഒരു സ്കെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന് 5 കാറ്റഗറീസ് ആയിരിക്കും, അതായത് 5 പാരാമീറ്റേഴ്സ് ആണ്. +2 മുതൽ -2, അതായത് +2 then +1 0 -1 -2 അങ്ങനെ ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ് 5 കാറ്റഗറീസ്, 5 പാരാമീറ്റേഴ്സ് ആയിരിക്കും ഒരു ലിക്കേർട്ട് സ്കെയിലിന് ഉണ്ടായിരിക്കാം. അവിടെയും 0 എന്ന് പറയുന്ന ഒരു ന്യൂട്രൽ റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു അബ്സല്യൂട്ട് 0 പോയിന്റ് അവിടെ ഉണ്ടായിരിക്കും. സോ ലിക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത് ഒരു സൈക്കോമെട്രിക് സ്കെയിലാണ്. പൊതുവെ നമ്മുടെ ക്വസ്റ്റ്യനേഴ്സിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ദെൻ നമ്മുടെ സർവേ റിസർച്ചിലൊക്കെ വൈഡ്ലി യൂസ് ചെയ്യുന്നതാണ് ലിക്കേർട്ട് സ്കെയിൽ എന്ന് പറയുന്നത്. റെൻസിസ് ലിക്കേർട്ട് അദ്ദേഹമാണ് ഈ ഒരു സ്കെയിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇവിടെ 5 പാരാമീറ്റേഴ്സ് 5 കാറ്റഗറീസ് ആണ് ഉണ്ടായിരിക്കുക. ദെൻ അതിൻ്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് +2 മുതൽ -2 വരെ, +2 മുതൽ -2 വരെ ആയിരിക്കും. 0 പോയിന്റ് അല്ലെങ്കിൽ ന്യൂട്രൽ റെസ്പോൺസസും അവിടെ ഉണ്ടായിരിക്കും. ദെൻ സ്റ്റെപ്സ് ഇൻ കൺസ്ട്രക്ഷൻ ഓഫ് എ ലിക്കേർട്ട് സ്കെയിൽ. ഒരു ലിക്കേർട്ട് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാനുള്ള ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് നമ്മൾ പറയുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പിൽ കളക്ഷൻ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മുടെ തേഴ്സൺ സ്കെയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റിസർച്ചുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡുകളൊക്കെ കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള രീതിയിലുള്ള ലാർജ് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ, വേർഡിങ്സ്. അതിൽ ഈ കളക്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസ് ഒഴിവാക്കുന്നു, ദെൻ ആംബിഗ്വസ് ആയിട്ടുള്ള വേർഡ്സ് ഒഴിവാക്കുന്നു. അങ്ങനെ ക്ലിയർ ആയിട്ടുള്ള അക്യുറേറ്റ് ആയിട്ടുള്ള സെന്റൻസസ് ആണ് നമ്മൾ കീപ്പ് ചെയ്യണത്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മളൊരു പൈലറ്റ് സ്റ്റഡി, അതായത് ഒരു ട്രയൽ ടെസ്റ്റ് നടത്തുകയാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ്സ് വെച്ചിട്ട്. ദെൻ ആ ട്രയൽ ടെസ്റ്റിന് ശേഷം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്തൊക്കെയാണ് അതിൽ തിരുത്തേണ്ട കാര്യങ്ങൾ എന്നുള്ളത്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, പൈലറ്റ് സ്റ്റഡിക്ക് ശേഷം ആ സ്റ്റേറ്റ്മെന്റ്സിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യണു, അതിനെ എഡിറ്റ് ചെയ്യണു. ദെൻ അത് നമ്മുടെ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും സ്റ്റേബിൾ ആണ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് ആണ് നമ്മുടെ റിസർച്ചിന് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിനു ശേഷം ഫൈനൽ സെലക്ഷനിലേക്ക് പോകുന്നു. സോ ഇത്തരത്തിൽ 5 സ്റ്റെപ്പുകളിലൂടെ ആയിട്ടാണ് ഒരു ലിക്കേർട്ട് സ്കെയിൽ എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്ട് ചെയ്യണത്. യെസ്, ഇപ്പൊ നമ്മളിവിടെ നോക്കണത് ലിക്കേർട്ട് സ്കെയിലിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഇവിടെ നോക്കിയാൽ കാണാം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, വിക്കിപീഡിയ ഹാസ് എ യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ്. വിക്കിപീഡിയയ്ക്ക് ഒരു യൂസർ ഫ്രണ്ട്ലി ഇന്റർഫേസ് ഉണ്ട്, അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അതിനോട് എങ്ങനെയാണ് നമ്മുടെ റെസ്പോണ്ടന്റ് റെസ്പോൺസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമുക്ക് അറിയേണ്ടത്. അതിൽ ഇവിടെ നോക്കിയാൽ കാണാം ഒരു 5 സ്കെയിലാണ്, അതായത് 5 പാരാമീറ്റേഴ്സ് ആണുള്ളത്, 5 കാറ്റഗറി സ്കെയിൽ ആണ്. അതിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്ട്രോങ്ലി എഗ്രി ആണ് ആദ്യത്തെ പോയിന്റ്. ദെൻ എഗ്രി, ദെൻ ന്യൂട്രൽ, ദെൻ ഡിസഗ്രി, ദെൻ സ്ട്രോങ്ലി ഡിസഗ്രി. ഇങ്ങനെ 5 പാരാമീറ്റേഴ്സിലാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യണത്. അതിൽ സ്ട്രോങ്ലി എഗ്രി ആവുമ്പോൾ നമ്മൾ +2 കൊടുക്കണം, ദെൻ എഗ്രി ആവുമ്പോൾ നമ്മൾ +1 കൊടുക്കണം, ന്യൂട്രൽ ആവുമ്പോൾ 0 പോയിന്റ് ആണ്, ഡിസഗ്രി ആവുമ്പോൾ -1 അതായത് -1, സ്ട്രോങ്ലി ഡിസഗ്രി ആവുമ്പോൾ -2. അപ്പൊ ഇത്തരത്തിലാണ് ഒരു ലിക്കേർട്ട് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യണത്. 5 പാരാമീറ്റേഴ്സ് ഉണ്ട്,
അതായത് ഒരു സൈഡിൽ പോസിറ്റീവ് മുതൽ നെഗറ്റീവ് വരെ, +2 മുതൽ -2 വരെയാണ് നമ്മൾ അതിനെ വാല്യൂ ചെയ്യണത്. സോ ഇതാണ് ഒരു ലിക്വിഡ് സ്കെയിലിന്റെ എക്സാമ്പിൾ ആയിട്ടുള്ളത്. ദെൻ ലിക്വിഡ് സ്കെയിലിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാൻ പോണത്. ദ ഫസ്റ്റ് വൺ, റിലേറ്റീവ്ലി ഈസി ടു കൺസ്ട്രക്ട്. ലിക്വിഡ് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളത് ഈസിയാണ്, കാരണം 5 പാരാമീറ്റേഴ്സേ ഉള്ളൂ. ദെൻ -2 മുതൽ +2 വരെയാണ് അതിനെ ഓരോന്നിനും നമ്മൾ വാല്യൂ ചെയ്യണത്. ദെൻ അത് കൂടുതൽ കുറച്ചുകൂടി റിലയബിൾ ആണ് ആസ് കമ്പയർഡ് ടു അതർ സ്കെയിൽസ്. ദെൻ കുറച്ച് സമയം മാത്രം മതി. ദെൻ അതുപോലെ തന്നെ റെസ്പോണ്ടൻറ്റ് സെൻറ്റേർഡ് ആണ്, അതായത് റെസ്പോണ്ടൻസിന് അവർക്ക് കൃത്യമായിട്ട് ഏത് സ്കെയിൽ അല്ലെങ്കിൽ ഏത് പാരാമീറ്ററിൽ വേണമെങ്കിൽ അവരുടെ ഒപ്പീനിയൻ രേഖപ്പെടുത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് മെഷർമെൻറ്റ് സ്റ്റഡീസിൽ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ലിക്വിഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ലിമിറ്റേഷൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ പറഞ്ഞു സ്ട്രോങ്ലി എഗ്രി അല്ലെങ്കിൽ ഡിസഗ്രി അല്ലെങ്കിൽ എഗ്രി, ന്യൂട്രൽ എന്നൊക്കെ പറഞ്ഞ ഡിഫറെൻറ്റ് സ്കെയിൽസ് ഉണ്ട്. ഇതിൽ എത്രമാത്രം ആ ഒരു ഡിഫറൻസസ് വരുന്നത് എത്രമാത്രം ഉണ്ട് എന്നുള്ളത്, ഹൗ മച്ച് എന്നുള്ളത് മെഷർ ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്. അപ്പോൾ അത് സ്ട്രോങ്ലി എഗ്രി ചെയ്യണോ അല്ലെങ്കിൽ എഗ്രി ചെയ്യണോ എന്ന് നമുക്ക് അറിയാൻ പറ്റും, പക്ഷേ അതിൻ്റെ ഒരു മെഷർമെൻറ്റ് എത്രമാത്രം, അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി നമുക്ക് അറിയില്ല. സോ അതാണ് ലിക്വിഡ് സ്കെയിലിൻ്റെ ഒരു ലിമിറ്റേഷനായി പറയണത്. ദെൻ നെക്സ്റ്റ് വൺ, ഇത്തരത്തിൽ നമ്മൾ 5 പൊസിഷൻസ് അല്ലെങ്കിൽ 5 പാരാമീറ്റേഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതിന് കൃത്യമായിട്ടൊരു സയൻറ്റിഫിക്കലി പ്രൂവൺ ബേസിസ് ഒന്നുമില്ല. ഇതിങ്ങനെ ഈക്വലി സ്പേസ്ഡ് ആണോ അല്ലെങ്കിൽ അല്ലേ എന്നുള്ളതിന് ഒരു സയൻറ്റിഫിക്കലി പ്രൂവൺ ബേസിസ് ഒന്നുമില്ല. അപ്പോൾ അതാണ് മറ്റൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയണത്. സോ ലിക്വിഡ് സ്കെയിൽ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ്. റെൻസിസ് ലിക്വിഡ് ആണ് അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതിൽ 5 പാരാമീറ്റേഴ്സ് ആണ്, -2 മുതൽ +2 വരെയാണ്. ദെൻ അതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ദ ഫിഫ്ത്ത് വൺ, സെമാൻറ്റിക് സ്കെയിൽ. ഈ ഒരു സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യണത് നമ്പേഴ്സിന് പകരം അവിടെ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വേർഡ്സ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു റെസ്പോണ്ടൻസിന് ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിനോട് അല്ലെങ്കിൽ ഒരു ബ്രാൻഡിനോട് അതിനോടൊക്കെ അവരുടെ ഫീലിങ്സ് എത്രമാത്രം ഉണ്ടെന്ന് അത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പൊതുവെ നമ്മൾ സെമാൻറ്റിക് സ്കെയിൽസ് യൂസ് ചെയ്യണത്. ഇനി ഇപ്പം നമ്മുടെ സെമാൻറ്റിക് സ്കെയിലിൽ നമ്പേഴ്സിന് പകരം കൂടുതലും വേർഡ്സായി യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് സെമാൻറ്റിക് സ്കെയിൽ. ഇനി നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും, അതായത് നമ്മുടെ ഒരു സ്കെയിലിങ്ങിലെ തുടക്കും ഒടുക്കും ബൈപോളാർ അഡ്ജക്റ്റീവ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്ന് പറയുന്നത്. ബൈപോളാർ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഓപ്പോസിങ് ആയിട്ടുള്ള വേർഡ്സ്, അതായത് ഹാപ്പി സാഡ് അത് ഓപ്പോസിങ് ആണ്, അല്ലെങ്കിൽ ഗുഡ് ബാഡ്, ദെൻ സ്ട്രോങ് വീക്ക്, അതൊക്കെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 വേർഡുകളാണ്. സോ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 അഡ്ജക്റ്റീവ് ആണ് 2 പോയിന്റിലും, സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ എക്സാമ്പിൾ നോക്കിയാൽ വളരെ കറക്റ്റായി മനസ്സിലാവും. ആദ്യത്തെ എക്സാമ്പിൾ തന്നിട്ടുള്ളത് സെമാൻറ്റിക് സ്കെയിലിനാണ്. നമ്മൾ പറഞ്ഞു അവിടെ നമ്പേഴ്സിനേക്കാൾ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, അവിടുത്തെ വേർഡ്സ് ആണ് യൂസ് ചെയ്യണത്. ഇപ്പം നമുക്കറിയാം ആ ഒരു സ്കെയിലിങ്ങിൽ ആദ്യം 2 എക്സ്ട്രീമിൽ തന്നിട്ടുള്ള 2 അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഗുഡും ദെൻ ദ നെക്സ്റ്റ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് ബാഡും ആണ്. അതിൽ തന്നെ എക്സ്ട്രീംലി ഗുഡ്, quite good, slightly good, then neither good or bad, then slightly bad, quite bad, extremely bad. ഇങ്ങനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ഓരോ പാരാമീറ്ററും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇപ്പം -3 അല്ലെങ്കിൽ -2, -1, 0 അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളത് അവിടെ വേർഡ്സ് ആണ് കൂടുതലായി യൂസ് ചെയ്തിട്ടുള്ളത്. അതാണ് സെമാൻറ്റിക് സ്കെയിൽ പറയുന്നത്. ഇനി 2 ബൈപോളാർ അഡ്ജക്റ്റീവ് ആണ് യൂസ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്ന് പറയാമെന്ന് നമ്മൾ പറഞ്ഞു. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇവിടെ കാണാം ഇമ്പോർട്ടൻറ്റ് അൺഇമ്പോർട്ടൻറ്റ്, എക്സ്പെൻസീവ് ഇൻഎക്സ്പെൻസീവ്, യൂസ്ഫുൾ യൂസ്ലെസ്, സ്ട്രോങ് വീക്ക്, ക്വിക്ക് സ്ലോ. അതെന്താണ്, 2 ഓപ്പോസിങ് ആയിട്ടുള്ള 2 വേർഡ്സ് 2 എക്സ്ട്രീംസിലും യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിനെ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്ന് പറയുന്നു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വേർഡ്സ് യൂസ് ചെയ്യുന്നു. എക്സ്ട്രീംലി ഗുഡ്, quite good, slightly good, then neither good or bad, slightly bad, quite bad, extremely bad എന്നൊക്കെ പറഞ്ഞു. ഇപ്പം നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ കാണുന്ന പോലെ
സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ ആകുമ്പോൾ ഓപ്പോസിംഗ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് ബൈപോളർ അഡ്ജക്റ്റീവ്. ബൈപോളർ അഡ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ രണ്ട് എക്സ്ട്രീമിലും സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും ഓപ്പോസിംഗ് ആയിട്ടുള്ള രണ്ട് വേർഡ്സ് യൂസ് ചെയ്യാം. യൂസ്ഫുൾ, യൂസ്ലെസ്, സ്ട്രോങ്, വീക്ക്, ക്വിക്ക്, സ്ലോ, എക്സെട്ര. അങ്ങനെ. സോ അതാണ് സെമാൻറ്റിക് സ്കെയിൽ പറയണത്. Then the next one, steps of semantic differential scale. സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽസ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ് പറയുന്നത്. ആദ്യം ഇപ്പം നമ്മൾ പ്രീവിയസ് സ്കെയിൽസിലൊക്കെ ലിക്വിഡ് സ്കെയിലും തൗസൻഡ് സ്കെയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമ്മൾ ആട്രിബ്യൂട്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. അതായത് ഇപ്പം നമ്മൾ ഗുഡ്, ബാഡ് അല്ലെങ്കിൽ ക്വിക്ക്, സ്ലോ എന്നൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ ആട്രിബ്യൂട്ട്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നു. ദെൻ അതിൻ്റെ ഡിസ്ക്രിപ്റ്റീവ് ഫേസസ്, എത്ര നമ്പേഴ്സ് എത്ര രീതിയിൽ എത്ര പാരാമീറ്റേഴ്സിൽ കാറ്റഗറൈസ് ചെയ്യണം എന്ന് നോക്കുന്നു. ദെൻ സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ക്വസ്റ്റിനെയേഴ്സ് ഡിസൈൻ ചെയ്യുന്നു. ആ ക്വസ്റ്റിനെയേഴ്സ് റെസ്പോണ്ടൻസിന് കൊടുക്കുന്നു. അവരുടെ ജഡ്ജ്മെന്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാദർ ചെയ്യുന്നുണ്ട്. അവരുടെ ജഡ്ജ്മെന്റുകൾ സീക്ക് ചെയ്യുന്നുണ്ട്. ആ ജഡ്ജ്മെന്റ്സിനെല്ലാം സ്കോർ ചെയ്യുന്നു. ഓരോ ആട്രിബ്യൂട്ടിനും അവർ എങ്ങനെ വാല്യൂ ചെയ്തു എന്നുള്ളത് അതിനെ സ്കോർസ് ഒക്കെ സം ചെയ്ത് അതിൻ്റെ ആവറേജ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. ദെൻ ആവറേജ് സ്കോർസ് നമ്മൾ ആ ഒരു സെമാൻറ്റിക് സ്കെയിലിൽ പ്ലോട്ട് ചെയ്യുന്നു. പോയിന്റ് ചെയ്ത് അതിനെ പ്ലോട്ട് ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യണത്. ആദ്യം ആട്രിബ്യൂട്ട്സുകൾ ഐഡന്റിഫൈ ചെയ്യുക, ദെൻ അതിനെ ഡിഫൈൻ ചെയ്യുക, അതിനെ ക്വസ്റ്റിനെയേഴ്സ് പ്രിപ്പയർ ചെയ്ത് റെസ്പോണ്ടൻസിന് കൊടുക്കുക, അവരുടെ ജഡ്ജ്മെന്റുകൾ ഗ്യാദർ ചെയ്യുക, ദെൻ ആ ജഡ്ജ്മെന്റ്സിന്റെ സ്കോർസ് ഒക്കെ ടോട്ടൽ ചെയ്യുക, ആവറേജ് കാണുക. ആവറേജ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലിൽ ഓരോ പാരാമീറ്റേഴ്സിലും എത്ര എത്ര കിട്ടിയെന്നുള്ളത് പ്ലോട്ട് ചെയ്യുന്നു. സോ അതാണ് സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ ആറാമത്തെ സ്കെയിലിംഗ് ആണ് ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ. ഇതിൽ എന്താ പറയുന്നതെന്നുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് അറിയാം, അല്ലെങ്കിൽ ആളുകളുടെ പ്രൊഡക്റ്റ് പ്രിഫറൻസസ് അറിയാൻ, പർച്ചേസ് ഇൻറ്റൻഷൻസ് അറിയാൻ, അല്ലെങ്കിൽ സർവീസ് സാറ്റിസ്ഫാക്ഷൻസിനെ കുറിച്ച് അറിയാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഡിനൽ സ്കെയിലിംഗ് ടെക്നിക്കാണ് ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയാം. ഓർഡിനൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യുന്നുണ്ട്, മെഷർ ചെയ്യുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്നൊക്കെ. അതായത് ഇപ്പോൾ ഇവിടെ പ്രൊഡക്റ്റിനൊക്കെ പ്രിഫർ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ സ്കെയിലിങ്ങിൽ പറഞ്ഞു കഴിഞ്ഞു. ഓർഡിനൽ സ്കെയിലിൻ്റെ എക്സാമ്പിൾ നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കുറച്ച് ഡിറ്റർജൻറ്റുകൾ, ഒരു 5 ഡിറ്റർജൻറ്റുകളുടെ ഓപ്ഷൻസ് കൊടുക്കുന്നു. അതിൽ എങ്ങനെയാണ് അതിനെ പ്രിഫർ ചെയ്യുന്നത്, ആ ഒരു രീതിയിൽ ഓർഡർ ചെയ്യാൻ പറയുന്നു. സോ ആദ്യം ഹെൻകോ ആയിരുന്നു, ദെൻ ലാസ്റ്റ് നിർമ്മ ആയിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഫ്രം 1 2 3 4 5 എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് പ്രൊഡക്റ്റിന്റെ പ്രിഫറൻസ് വരുന്നത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സർവീസിനോടുള്ള സാറ്റിസ്ഫാക്ഷൻ വരുന്നത് എന്നുള്ളത് മെഷർ ചെയ്യാനാണ് ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽസ് നമ്മൾ യൂസ് ചെയ്യണത്. അതൊരു ഓർഡിനൽ സ്കെയിലാണ്. അതുകൊണ്ട് തന്നെ അതൊന്ന് ലെസ് ദാൻ അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്യാൻ, ഒബ്ജക്ട്സിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി ഏഴാമത്തെയാണ് ന്യൂമറിക്കൽ സ്കെയിൽ എന്ന് പറയുന്നത്. ന്യൂമറിക്കൽ സ്കെയിൽ നമ്മളിപ്പോൾ പഠിച്ച സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിലിന് സിമിലർ ആണ്. ഒരു സ്ട്രൈറ്റ് ലൈൻ ഉണ്ടായിരിക്കും, ദെൻ അതിൻ്റെ രണ്ട് അറ്റത്തും, അതായത് സ്റ്റാർട്ടിംഗ് പോയിന്റിലും എൻഡിങ് പോയിന്റിലും എന്തുണ്ടായിരിക്കും, ഒരു ബൈപോളർ അഡ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ബൈപോളർ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓപ്പോസിംഗ് ആയിട്ടുള്ള ഗുഡ്, ബാഡ്, ക്വിക്ക്, സ്ലോ അത്തരത്തിലുള്ള അഡ്ജക്റ്റീവ്സ്, ബൈപോളർ അഡ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കും. അതിന് 5 പോയിന്റ്സിലോ 7 പോയിന്റ്സിലോ നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു, സ്കെയിൽസ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ദെൻ നമ്മുടെ എട്ടാമത്തെ സ്കെയിലാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ. ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് ഒരു നോൺ കമ്പാരറ്റീവ് സ്കെയിൽ ആണ്. ദാറ്റ് ഓഫേഴ്സ് റെസ്പോണ്ടൻസ് എ ഫോം ഓഫ് കണ്ടിന്യൂം on which to provide a rating of an object according to criterions. Certain criterionsനെ ബേസ് ചെയ്ത് നമ്മൾ പഠിക്കാൻ പോണ ഒബ്ജക്ട്സിനെ അതിനെ റേറ്റ് ചെയ്യാണ് നമ്മുടെ ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിലിൽ. അതൊരു നോൺ കമ്പാരറ്റീവ് സ്കെയിൽ ആണ്. കണ്ടിന്യൂം മീൻസ് ഒരു കണ്ടിന്യൂസ് സീക്വൻസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഒബ്ജക്റ്റിനെ, ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമ്മൾ റേറ്റ് ചെയ്യുക നമുക്ക് തന്നിട്ടുള്ള ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്ത്. അതാണ് ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ പറയണത്. ദെൻ 9th വൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് ഓർ കോൺസ്റ്റന്റ് സ്കെയിൽ. ഫിക്സഡ് ഓർ കോൺസ്റ്റന്റ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എക്സാമ്പിളിന്റെ സഹായത്തോടെ നോക്കാം, അപ്പോൾ വളരെ എളുപ്പമായിരിക്കും.
ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഒരു എക്സാമ്പിളിൽ തന്നിട്ടുണ്ട്. നമ്മൾ ടോയ്ലറ്റ് സോപ്സ് സെലക്ട് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ ആസ്പെക്ട്സ് ശ്രദ്ധിക്കും? കളറ്, സ്മെല്ല്, സൈസ്, ഷേപ്പ്, ക്വാളിറ്റി. സോ ഒരു ടോയ്ലറ്റ് സോപ്പുമായി റിലേറ്റ് ചെയ്ത് വരുന്ന 5 ഫീച്ചേഴ്സ് അല്ലെങ്കിൽ 5 ആസ്പെക്ട്സ് ഞാനിവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ റെസ്പോണ്ടൻസിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഈ 5 പോയിന്റ്സിൽ നിങ്ങൾ പ്രിഫർ ചെയ്യുന്ന ഓർഡറിനനുസരിച്ചിട്ട് നിങ്ങൾ അതിനെ റേറ്റ് ചെയ്യണം. സോ അതെങ്ങനെയാണ് ചെയ്യുക? ഞാൻ അവർക്ക് ഒരു 10 പോയിന്റ്, ഫോർ എക്സാമ്പിൾ ഒരു 10 പോയിന്റ് കൊടുക്കുകയാണ്. അപ്പോൾ അവർക്ക് അവർ പ്രിഫർ ചെയ്യുന്ന ഓർഡറിനനുസരിച്ചിട്ട് കളറിന് ഇത്ര പോയിന്റ്, സ്മെല്ലിന് ഇത്ര പോയിന്റ്, സൈസിന് ഇത്ര, ഷേപ്പിന് ഇത്ര, ക്വാളിറ്റിക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം? അസൈൻ ചെയ്യാം. അതായത് റെസ്പോണ്ടൻസിന് നമ്മൾ ഒരു നമ്പർ ഓഫ് പോയിന്റ്സ് കൊടുക്കുകയാണ്. ആ നമ്പർ ഓഫ് പോയിന്റ്സിന് നമ്മൾ പഠിക്കാൻ പോണ ഒരു പെർട്ടിക്കുലർ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ മീതെ ഓരോ ആസ്പെക്ട്സിനും അവർ എത്രമാത്രം പോയിന്റ്സ് കൊടുക്കുന്നു അങ്ങനെയാണ് മെഷർ ചെയ്യണത്. ഇപ്പോൾ കളറിന് 1 പോയിന്റ്, സ്മെല്ലിന് 2 പോയിന്റ്, ദെൻ സൈസിന് 2 പോയിന്റ്, ഷേപ്പിന് 3 പോയിന്റ് അല്ലെങ്കിൽ ഷേപ്പിന് 2 പോയിന്റ്, ക്വാളിറ്റിക്ക് 3 പോയിന്റ്. സോ അപ്പോൾ ടോട്ടൽ 10 പോയിന്റ് ആയി. സോ ഇത്തരത്തിൽ ഞാൻ അവർക്ക് അലോട്ട് ചെയ്യുന്ന ടോട്ടൽ പോയിന്റ്സിനെ അവർ ഓരോ ആസ്പെക്റ്റിനും എത്രമാത്രം കൊടുക്കണം അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഫിക്സഡ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് സ്കെയിൽ മെഷർ ചെയ്യണത്. നമ്മൾ പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റിന്റെ ആസ്പെക്ട്സിനെ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സിനെ പോയിന്റ് ഔട്ട് ചെയ്യുന്നു. ഓരോ ഫീച്ചേഴ്സിനും എത്രമാത്രം പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്നത്. ദെൻ 10th one, കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ. കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നോൺ കമ്പാരറ്റീവ് സ്കെയിൽ ടെക്നിക്കാണ്. അതൊരു റണ്ണിങ് സ്കെയിലാണ്. ഇപ്പം നമ്മുടെ ഈ ഒരു എക്സാമ്പിളിൽ ഈ ഒരു പിക്ചറിൽ നോക്കിയാൽ കാണാം, രണ്ടറ്റത്ത് സ്കെയിലിൻ്റെ രണ്ടറ്റത്ത് 2 അഡ്ജക്റ്റീവ് കൊടുത്തിട്ടുണ്ട്. വെരി പുവർ അതുപോലെ തന്നെ വെരി ഗുഡ്, 2 അഡ്ജക്റ്റീവ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതൊരു റണ്ണിങ് സ്കെയിലാണ് എന്ന് പറയാൻ കാരണം ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ 0 മുതൽ 100 വരെയാണ് അതിൻ്റെ മെഷർമെൻറ്റ് വാല്യൂസ് ഉള്ളത്. മറ്റ് സ്കെയിലുകളിലൊക്കെ ഇപ്പോൾ ഡിഫറൻഷ്യൽ സ്കെയിലോ ലിക്വിഡ് സ്കെയിലോ ഏത് നോക്കിയാലും 0 എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ പോയിന്റിലാവും, അല്ലെങ്കിൽ 0 എന്ന് പറയുന്നത് ഒരു സെൻട്രൽ പോയിന്റ് ആയിരിക്കും. അബ്സല്യൂട്ട് സെൻട്രൽ പോയിന്റ് ആണ് 0 വരിക. പക്ഷേ ഇവിടെ 0 മുതൽ 100 വരെയുള്ള ആ ഒരു വാല്യൂസിൽ വെരി ഗുഡ്, പുവർ എന്ന് പറയുന്നതാണ് 0, വെരി ഗുഡ് എന്ന് പറയുന്നതാണ് 100. അതുകൊണ്ട് ഒരു റണ്ണിങ് സ്കെയിൽ ആണിത്. ഇതിൽ 0 പറയുന്നത് വെരി പുവർ ആണ്, അതോട് ഇച്ചിരി കൂടുതലാണെങ്കിൽ 10 ആണ്, ദെൻ അതിലും കുറച്ചുകൂടി നല്ലതാണെങ്കിൽ 20 ആണ്, 30 ആണ്, എക്സ്ട്രീം ഗുഡ് ആണെങ്കിൽ 100 ആണ്. അപ്പോൾ ഇത്തരത്തിലാണ് ഒരു കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലുള്ളത്. അവിടെ നെഗറ്റീവ് വാല്യൂസ് അല്ലെങ്കിൽ നെഗറ്റീവ് പാരാമീറ്റേഴ്സ് അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ 0 എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സെൻട്രൽ പോയിന്റ് അല്ല അല്ലെങ്കിൽ ഒരു ന്യൂട്രൽ പോയിന്റ് അല്ല. അതിനെയാണ് നമ്മൾ ഏതിൽ പറയണത്? കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിലിൽ പറയണത്. ദെൻ 11th one, ലെയിൻ മാർക്കിംഗ് സ്കെയിൽ. ലെയിൻ മാർക്കിംഗ് സ്കെയിൽ എന്ന് പറയുന്നതും ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അതിനെ മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ലെയിൻ മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യം ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ പാസ്ത കുക്ക് ചെയ്യുന്നത് ഡിഫിക്കൽട്ട് ആണോ ഈസി ആണോ എന്നുള്ളതാണ്. സോ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ 5 സ്കെയിൽ ആയിട്ടോ അല്ലെങ്കിൽ 7 സ്കെയിലൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് പാരാമീറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. വെരി ഈസി, ഈസി, ക്വൈറ്റ് ഈസി, നെയ്തർ, ക്വൈറ്റ് ഹാർഡ്, ഹാർഡ്, വെരി ഹാർഡ് എന്നൊക്കെ പറഞ്ഞ് അതിന് പാരാമീറ്റേഴ്സ് കൊടുത്തിട്ട് അതിനെ മെഷർ ചെയ്യുന്ന രീതിയാണ് നമ്മുടെ ലെയിൻ മാർക്കിംഗ് സ്കെയിൽ പറയണത്. ദെൻ 12th one, സ്റ്റേപ്പിൾ സ്കെയിൽ. സ്റ്റേപ്പിൾ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു യൂണിപോളാർ റേറ്റിംഗ് സ്കെയിലാണ്. യൂണിപോളാർ എന്ന് പറയുമ്പോൾ 1 അഡ്ജക്റ്റീവ്, ബൈപോളാർ നമ്മൾ പറഞ്ഞു 2 അഡ്ജക്റ്റീവ് ആണ്, ഓപ്പോസിങ് ആണെന്ന് പറഞ്ഞു. ഇവിടെ സ്റ്റേപ്പിൾ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു യൂണിപോളാർ അഡ്ജക്റ്റീവ് ആണ്, റേറ്റിംഗ് സ്കെയിലാണ്, 1 അഡ്ജക്റ്റീവ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. റെസ്പോണ്ടൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് ഒരു പർട്ടിക്കുലർ ഇവൻറ്റിനോടോ ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനോടോ റെസ്പോണ്ടൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് മെഷർ ചെയ്യാനുള്ള യൂണിപോളാർ റേറ്റിംഗ് സ്കെയിൽ അല്ലെങ്കിൽ 1 അഡ്ജക്റ്റീവ് സ്കെയിലിനെയാണ് സ്റ്റേപ്പിൾ സ്കെയിൽ എന്ന് പറയുന്നത്. ഇവിടുത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത് ഓഡ് നമ്പർ അല്ല, അതായത് 5, 7, 11 എന്ന് പറഞ്ഞിട്ടല്ല. ഇവിടെ ഈവൻ നമ്പറാണ് നമ്മൾ യൂസ് ചെയ്യണത്. 10 ആണ് ഇവിടുത്തെ കാറ്റഗറി, 10 കാറ്റഗറിയാണ് ഉള്ളത്. -5 മുതൽ +5 വരെ, മൈനസ് അല്ലെങ്കിൽ -5 മുതൽ +5 വരെ, -5 to +5 വരെയാണ് ഇവിടെ കാറ്റഗറീസ് റേഞ്ച് ചെയ്യണത്. പക്ഷേ ഇവിടെ ന്യൂട്രൽ പോയിന്റ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 പോയിന്റ് ഇല്ല. ഇവിടുത്തെ നമ്മുടെ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും.
അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് പുവർ പ്രൊഡക്റ്റ് സെലക്ഷൻ, നമ്മുടെ പ്രൊഡക്റ്റ് സെലക്ഷൻ പുവർ ആണ്, അതാണ് ഇവിടെ ആദ്യത്തെ ഒരു സ്റ്റേറ്റ്മെന്റ്, അല്ലെങ്കിൽ ഒരു അഡ്ജക്റ്റീവ് തന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു അഡ്ജക്റ്റീവേ ഉള്ളൂ. ദെൻ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും രണ്ട് അഡ്ജക്റ്റീവ്സ് ഇല്ല, യൂണിപോളാർ ആണ്. അതായത് പുവർ പ്രൊഡക്റ്റ് സെലക്ഷൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ അഡ്ജക്റ്റീവേ ഉള്ളൂ. അതിനെ -5, -4, -3, -2, -1, ദെൻ 0 അല്ലെങ്കിൽ അബ്സല്യൂട്ട് 0 പോയിന്റ് ഇല്ല, ന്യൂട്രൽ പോയിന്റ് ഇല്ല, പിന്നെ ഉള്ളത് 1, 2, 3, 4, 5. ഇങ്ങനെയുള്ള -5 മുതൽ +5 വരെയുള്ള ഈ 10 പാരാമീറ്റേഴ്സിലൂടെ 10 കാറ്റഗറിയിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, അതിനെ മെഷർ ചെയ്യണത്. സോ ഇത്തരം സ്കെയിൽസിനെയാണ് സ്റ്റേപ്പിൾ സ്കെയിൽ എന്ന് പറയാം. യൂണിപോളാർ ആണ്, അതായത് 2 അഡ്ജക്റ്റീവ് ഇല്ല, 1 അഡ്ജക്റ്റീവേ ഉള്ളൂ. ദെൻ ഈവൻ നമ്പർ ആണ് അടുത്ത പാരാമീറ്റർ, അതായത് 10 ആണ്, -5 മുതൽ 5 വരെ. പിന്നെ എന്തില്ല, അവിടെ അബ്സല്യൂട്ട് 0 പോയിന്റ് അല്ലെങ്കിൽ ന്യൂട്രൽ പോയിന്റ് ഇല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് സ്റ്റേപ്പിൾ സ്കെയിൽ പറയണത്. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സിലെ ഫസ്റ്റ് കാറ്റഗറി ആയിട്ടുള്ള റേറ്റിംഗ് സ്കെയിൽസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ റേറ്റിംഗ് സ്കെയിൽ എന്താന്ന് പറഞ്ഞു. ദെൻ അതിൽ വരുന്ന ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് മറ്റ് ടെക്നിക്സുകൾ പറഞ്ഞു. ഡൈക്കോട്ടോമസ് സ്കെയിൽ ഉണ്ട്, കാറ്റഗറി സ്കെയിൽ ഉണ്ട്, തോസൺ സ്കെയിൽ ഉണ്ട്. ദെൻ അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും പ്രൊസീജിയറും നമ്മൾ പറഞ്ഞു. ദെൻ ലിക്കേർട്ട് സ്കെയിൽ ഉണ്ട്, അതിൻ്റെ സ്റ്റെപ്സ് പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു, മെറിറ്റ്സും ഡിമെറിറ്റ്സും പറഞ്ഞു. ദെൻ സെമാൻറ്റിക് സ്കെയിൽ ഉണ്ട്, സെമാൻറ്റിക് ഡിഫറൻഷ്യൽ സ്കെയിൽ ഉണ്ട്, അതിൻ്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് പറഞ്ഞു. ദെൻ ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ എന്താ പറഞ്ഞു, ന്യൂമറിക്കൽ സ്കെയിൽ എന്താന്ന് പറഞ്ഞു, ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ എന്താ പറഞ്ഞു, ഫിക്സഡ് ഓർ കോൺസ്റ്റന്റ് സ്കെയിൽ പറഞ്ഞു, കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ എന്താന്ന് പറഞ്ഞു, അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ലൈൻ മാർക്കിംഗ് സ്കെയിൽ പറഞ്ഞു. ദെൻ അതുപോലെ സ്റ്റേപ്പിൾ സ്കെയിൽ പറഞ്ഞു. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ റേറ്റിംഗ് സ്കെയിൽസ് എന്ത് ചെയ്യാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ റാങ്കിങ് സ്കെയിൽസിൽ ഇതുപോലെ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് ടെക്നിക്സ് ഏതാ അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി യൂസ്ഡ് സ്കെയിൽസ് ഏതാന്നുള്ളത് പറയും. ഓക്കെ, താങ്ക് യു.